ലിയോസിന്റെ 7th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യൻ കളക്ഷൻ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ അതിന്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ആണ്. അതിൽ വന്നിട്ട് 4 നെക്ക് പീസ് മാത്രമാണ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരുപാട് കളക്ഷൻ ബാക്ക് എൻഡിലുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ആ ഒരു കളർ കോഡ് ആണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഭയങ്കര ഒരു യെല്ലോയിഷ് ഒന്നല്ല, കുറച്ചൊരു റെഡിഷ് യെല്ലോ വരുന്ന ഒരു പാറ്റേണിലേക്ക് വന്നിട്ടുള്ള തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. പേൾ വർക്ക് ആണെങ്കിലും അതുപോലെ ടെമ്പിൾ വർക്ക് ആണെങ്കിലും എല്ലാം അതിന്റെ മനോഹാരിതയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. 4 ബാങ്കിളും വന്നിട്ടുണ്ട്. അതാണെങ്കിലും പേൾ വർക്കും സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ടച്ച് വരാവുന്ന ദേവീ രൂപങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 4 ബാങ്കിൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ടോട്ടൽ വെയിറ്റ് ഓരോ നെക്ക് പീസിന്റെ ബാങ്കിളിന്റെ ഒന്നും സെപ്പറേറ്റ് വെയിറ്റ് ഒന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യണില്ല. നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സെറ്റ്, സൗത്ത് ഇന്ത്യൻ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ലിയോസ് ഇവിടെ കൊണ്ടുവരണത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ചാന്തുവാലി ടൈപ്പ് ഒരു സ്റ്റഡ് ഡ്രോപ്സ് ആണ്. നല്ല ക്യൂട്ടാണ്. ആ ഒരു ചാന്തുവാലിയുടെ ആ ഒരു ബീഡ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുള്ള പേൾ വർക്കും അതുപോലെ ആ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് നല്ല ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡ് ഡ്രോപ്സ് ആണ്. ഇതൊക്കെ അങ്ങനെ ഒന്ന് വെയർ ചെയ്തത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പട്ടുസാരി കൊടുത്ത ഒരു കുട്ടി ഈ ഒരു ഓർണമെന്റ്സ് ഒക്കെ വെയർ ചെയ്ത് നിൽക്കുന്നത് നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് സ്വന്താക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവും അതിലൊളിഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ തന്നെയല്ല, ലിയോസിന്റെ 7th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് 1 മാസക്കാലം ഗംഭീര ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെയാണ് അതിന്റെ ഒരു ടൈം പീരീഡ് നിൽക്കുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറയട്ടെ. ഈ 30 ദിവസം, ഈ 1 മാസക്കാലം ഓരോ ദിവസം പല 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 കസ്റ്റമേഴ്സ് ആയിരിക്കും വന്ന് പർച്ചേസ് ചെയ്ത് പോവാ. എല്ലാ ദിവസവും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് അവരേത് ഐറ്റാണോ വന്ന് പർച്ചേസ് ചെയ്തത്, ചിലപ്പോൾ സിംഗിൾ പർച്ചേസ് ആയിരിക്കാം, ചിലപ്പോൾ വെഡിങ് പർച്ചേസ് ആയിരിക്കാം, അങ്ങനെ പല കാറ്റഗറികളിലുള്ള പർച്ചേസ് ആയിരിക്കാം, അവരുടെ മേക്കിംഗ് ചാർജ് നമ്മൾ അവർക്ക് തിരികെ കൊടുക്കാണ്. അപ്പൊ അതൊരു ഭയങ്കര വലിയൊരു ഓഫറാണ്. നമ്മൾ നമ്മുടെ ലിയോസിന്റെ ഒരു ചരിത്രത്തിൽ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെയുള്ളതൊക്കെ നമുക്ക് ആ ഒരു എല്ലാ ക്യാമ്പയിനുകളിലും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്, അയ്യോ അത് കഴിഞ്ഞാ, അങ്ങനെ ചോദിച്ച് വിഷമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ലിയോസിന്റെ തന്നെ ഒരു ട്രേഡ് മാർക്കിങ്ങിൽ വന്നിട്ടുള്ള കുറച്ച് ഓഫറുകളാണ് അടുത്തത് വന്നിരിക്കുന്നത്. വെഡിങ് പാർട്ടികൾക്ക് 1% മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡ് റേറ്റിൽ വെഡിങ് പാർട്ടികൾക്ക് അത് വലിയൊരു ആശ്വാസമാണ്. അത് ഒരു മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും അതിലുള്ള ഡിഫറൻസ് ഭയങ്കര വലുതാണ്. പിന്നെ വരുന്നതാണ് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ പവന് 1000 രൂപയാണ് നിങ്ങൾക്ക് അധിക ലാഭം വരണത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഓർണമെന്റ് ഇവിടെ വന്ന് മാറ്റി വാങ്ങിക്കുമ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, എലഗന്റ് ആയിട്ടുള്ള പീസായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പവന് 1000 രൂപ അധിക ലാഭം. അടുത്തത് വന്നിട്ടുള്ളതാണ് ഡയമണ്ട് എക്സ്ചേഞ്ച്. ഏതൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡയമണ്ട് ആണെങ്കിലും ലിയോസിൽ വന്നിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതങ്ങനെ നോർമൽ എല്ലാ ഷോപ്പിലും ചെയ്യുന്ന ഒരു കാര്യമല്ല, ലിയോസിൽ അത് ഹൈലൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ജ്വല്ലറിയിൽ നിന്ന് എടുത്ത ഓർണമെന്റ് ആണെങ്കിലും ലിയോസിൽ വന്നിട്ട് മാറ്റി വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് സെലക്റ്റീവ് ഓർണമെന്റ്സിന്റെ ഒരു കൗണ്ടർ. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50 to 90% പണിക്കൂലിയിൽ കുറവുണ്ടായിരിക്കും. പിന്നത്തെയാണ് അടുത്തൊരു മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഓരോ വീഡിയോസിലും പറയാറുണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് വളരെ ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കണേന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ലിയോസ് ഒരുക്കി തരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വർണ്ണാഭമായ പല 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 കാര്യങ്ങളിലൂടെയാണ് ഈ 7th ആനിവേഴ്സറി ലിയോസ് വർണ്ണാഭാക്കണത്. അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക. ഈ ഒരു വർണ്ണ ശോഭയില് പങ്കാളികളാവാനായിട്ട് എല്ലാവരെയും ഞാൻ ഹാർദ്രമായി സ്വാഗതം ചെയ്യാണ്.